എല്ലാ മീഡിയ സുഹൃത്തുക്കളിലും സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മീറ്റിംഗ് 18-19 നടക്കുകയാണ്. കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് എന്ന നാമധേയത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അതിൻ്റെ വിജയകരമായ നടത്തിപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയോടെയുള്ള സുസ്ഥിര വികസനവും മത്സ്യമേഖലയിൽ നമ്മുടെ നീല സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും പ്രയോജനകരമായ തരത്തിൽ കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പങ്കാളിത്തം ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള 2 ദിവസത്തെ കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 19 തീയതി രാവിലെ 9:30 കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ബ്ലൂ ടൈഡ്സ് 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും പൂർണ്ണ സഹകരണത്തോടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് 18-19 തീയതികളിലെ ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കോവളം ലീല റാവീസിലാണ് ഇത് നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ധാരാളം വിദഗ്ധരും വ്യത്യസ്ത മേഖലകളിലെ നിരവധി പ്രമുഖ വ്യക്തികളും പങ്കാളികളാകുന്ന ഒരു ഒത്തുചേരലാണ് ഇവിടെ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരമേഖലയും കേരളത്തിൻ്റെ ഉൾനാടൻ മത്സ്യമേഖലയിലും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലയളവിൽ നമ്മൾ നടത്തിയത്. 8 വർഷം എന്ന് ഞാൻ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു വർഷം പദ്ധതികൾ രൂപപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ 9 വർഷം. 2021 അധികാരത്തിൽ വന്ന 2ാം പിണറായി ഗവൺമെൻറ് കാലത്തും സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് തീരദേശ മേഖലയിൽ നമ്മൾ നടത്തുന്നത്. എന്നാൽ ഈ സമാനതയില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനം നടത്തുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മത്സ്യമേഖലയാണ് കേരളത്തിലെങ്കിലും ഇനിയും ഒരുപാട് കേരളത്തിലെ മത്സ്യമേഖലയുടെ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് വിവിധ തലത്തിലുള്ള കർമ്മ പദ്ധതികൾക്ക് ഫിഷറീസ് വകുപ്പ് രൂപം നൽകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഈ പറയുന്ന കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിനെ ഞങ്ങൾ കാണുന്നത്. ഇതിനകം ഫിൻലൻഡ്, ഫ്രാൻസ്, ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, സ്ലൊവേനിയ, സ്വീഡൻ, ഡെൻമാർക്ക്, ബൾഗേറിയ, ഓസ്ട്രിയ, മാൾട്ട, സ്പെയിൻ, ഇറ്റലി, നെതർലാൻഡ്സ്, ബെൽജിയം, റൊമാനിയ, ജർമ്മനി എന്നീ 17 യൂറോപ്യൻ രാജ്യങ്ങൾ ഉറപ്പായി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ അവരുടെ അറിയിപ്പ് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർലോഭമായ സഹായവും പിന്തുണയും സഹകരണവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കേന്ദ്ര ഫിഷറീസ് വകുപ്പ്, കേന്ദ്ര പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം നല്ല തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയോട് യോജിച്ച് കൂട്ടായ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ
ഈ നിലയിലേക്ക് എത്തിക്കാൻ ഇടവരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ഗവൺമെൻറ് മുതിർന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നയവിദഗ്ധർ, രാജ്യത്തും രാജ്യത്തിന് പുറത്തും കേരളത്തിലുള്ള വ്യവസായ പ്രമുഖർ, വ്യത്യസ്ത മേഖലയിലെ വിദഗ്ധന്മാർ അടക്കം 500ഓളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെയും ഭൂട്ടാനിലെയും യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർബ് ഡെൽഫിൻ, അദ്ദേഹമാണ് ഇത് യൂറോപ്യൻ യൂണിയന് വേണ്ടി ഓർഗനൈസ് ചെയ്ത് നേതൃത്വം കൊടുക്കുന്നത്. ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ മൊത്തം മേൽനോട്ടം അദ്ദേഹമാണ്. മറ്റെല്ലാ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അംബാസഡർമാർ തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അതത് രാജ്യത്തിൻ്റെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യ സംഘാടകനായി പങ്കെടുക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർബ് ഡെൽഫിൻ ആണെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം ചർച്ചകൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇന്ത്യയിലെയും യൂറോപ്പിലെയും വിദഗ്ധന്മാരായ ആളുകളെല്ലാം ഈ ചർച്ചയിൽ പങ്കാളികളാകും. മറൈൻ ലോജിസ്റ്റിക്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, പുനരുപയോഗ സമുദ്രോർജം, ഹരിത സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം എങ്ങനെ നമുക്ക് ഭാവിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നത് ആണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. നൈപുണ്യ വികസനം, അക്കാദമിക് സഹകരണം, തൊഴിൽ സാധ്യത, നവീകരണം, സംയുക്ത ഗവേഷണ വികസനം, സ്റ്റാർട്ടപ്പ് നവീകരണം എന്നിവയിലെ സംയുക്ത സംരംഭങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ വിശാലമായ സമുദ്ര തീര സാധ്യതകളും യൂറോപ്യൻ യൂണിയൻ്റെ ശാസ്ത്രീയ നയ വൈവിധ്യവും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ സുസ്ഥിര സമുദ്രാധിഷ്ഠിത വികസന മാതൃകയായി എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ വികസിപ്പിക്കാൻ കഴിയും എന്ന ഒരു രൂപരേഖ ഈ കോൺക്ലേവിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കോൺക്ലേവിൽ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബാനന്ദ സോനോവാളും കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീര വികസന സഹമന്ത്രി ശ്രീ ജോർജ് കുര്യനും കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപ്, ദാദ്ര-നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഭട്ട്, സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ എം എ യൂസഫ് അലി, കല്യാൺ യൂലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ എന്നിവർ ഈ ചടങ്ങിൽ പ്രത്യേകമായി പങ്കെടുക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർക്ക് പുറമെ സംസ്ഥാന മന്ത്രിമാരായ ശ്രീ കെ രാജൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, വി ശിവൻകുട്ടി, പി രാജീവ്, ശ്രീ വി എൻ വാസവൻ, ശ്രീ പി എ മുഹമ്മദ് റിയാസ്, ശ്രീ ജി ആർ അനിൽ, ശ്രീ എം ബി രാജേഷ്, ഡോക്ടർ ആർ ബിന്ദു, ശ്രീമതി വീണ ജോർജ്, ഡോക്ടർ ശശി തരൂർ എം പി, എ വിൻസെന്റ് എം എൽ എ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഈ കോൺക്ലേവിൽ സ്വാഗതം ആശംസിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ അഭിലക്ഷ് ലിഖി, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സിബി ജോർജ്, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അബ്ദുൽ നാസർ ബി IAS എന്നിവരും ഇതിൻ്റെ ഭാഗമായി വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. 6 പാനൽ സെക്ഷനുകൾ ഈ കോൺക്ലേവിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ അംബാസഡർമാരും നിക്ഷേപകരും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പാനൽ സെക്ഷനിൽ പങ്കെടുക്കും. വിവിധ സെക്ഷനുകളിലായി നയരൂപകർത്താക്കൾ, വ്യവസായ വിദഗ്ധർ, നിക്ഷേപകർ, അക്കാദമിക് വിദഗ്ധർ, നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും.
തീരദേശ വികസനവും കാലാവസ്ഥ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെക്ഷനിൽ ഡീപ് ഓഷ്യൻ മിഷൻ ഡയറക്ടറും കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള NCCR ഡയറക്ടറുമായ ഡോക്ടർ രമണമൂർത്തി, സംസ്ഥാന റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെക്രട്ടറി MG രാജമാണിക്യം എന്നിവർ പാനലിസ്റ്റുകളായി ഉൾപ്പെടും. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമേന്ദ്രൻ മോഡറേറ്ററായിരിക്കും. ആ സെക്ഷനിൽ 3 രാജ്യങ്ങളുടെ അംബാസഡർമാരും അതിൻ്റെ ഭാഗമായി പങ്കാളികളാകും. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്ററും ആ ചർച്ചയിൽ പങ്കാളിയാവുന്നുണ്ട്. ഹാർബർ അടിസ്ഥാന സൗകര്യങ്ങളും തുറമുഖ ലോജിസ്റ്റിക് ഷിപ്പിംഗ് കണക്ടിവിറ്റി നിക്ഷേപങ്ങളും എന്ന വിഷയത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാൻ B കാശി വിശ്വനാഥൻ, കേന്ദ്ര ഫിഷറീസ് ജോയിൻറ്റ് സെക്രട്ടറി സാഗർ മെഹ്റ, സംസ്ഥാന തുറമുഖ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ A കൗസികൻ എന്നിവരുണ്ടാവും. മലബാർ ഇൻ്റർനാഷണൽ പോർട്ട് ആൻഡ് SES ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മൺ രാധാകൃഷ്ണനാണ് മോഡറേറ്ററായി പ്രവർത്തിക്കുന്നത്. അംബാസഡർമാരും മറ്റു പ്രതിനിധികളും ഈ സെക്ഷനിലും പങ്കാളികളാവും. 3-ാമത്തെ സെക്ഷൻ സുസ്ഥിര മത്സ്യബന്ധനം, അക്വാകൾച്ചർ മാനേജ്മെൻറ്റ്, ഗവേഷണം, നിക്ഷേപങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി, കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി എന്നിവയുടെ ചെയർപേഴ്സൺ ദൊഡ വെങ്കടസ്വാമി, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ബിജയ് കുമാർ ബെഹ്റ, സംസ്ഥാന ഫിഷറീസ് സ്പെഷ്യൽ സെക്രട്ടറി അബ്ദുൾ നാസർ B എന്നിവർ പ്രഭാഷകരായിരിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി നീതുകുമാരി പ്രസാദ് സെക്ഷൻ മോഡറേറ്ററായിരുന്നു. മുമ്പേ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട അംബാസഡർമാരും മറ്റുള്ളവരും പങ്കെടുക്കും. ഗ്രീൻ ട്രാൻസ്മിഷൻ സെക്ഷൻ സർക്കുലർ എക്കോണമി, റിന്യൂവബിൾ ക്ലീൻ എനർജി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെക്ഷനിൽ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഡയറക്ടർ മീർ മുഹമ്മദ് അലി, സംസ്ഥാന ഇലക്ട്രോണിക് IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന വൈദ്യുത വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനിത് കുമാർ മോഡറേറ്ററായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അംബാസഡർമാരും മറ്റുള്ളവരും പങ്കെടുക്കും. 5-ാമത്തെ സെക്ഷൻ എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് ടാലൻറ്റ് മൊബിലിറ്റി എന്ന വിഷയത്തിൽ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭത്വ മന്ത്രാലയം ഡയറക്ടർ അമിത് മീണ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് എന്നിവർ പ്രഭാഷണത്തിൽ പങ്കെടുക്കും. അസാം കേരള ചെയർപേഴ്സണും MD-യുമായ ഡോക്ടർ ഉഷ ടൈറ്റസ് സെക്ഷനിൽ മോഡറേറ്ററായിരിക്കും. തീരദേശ ടൂറിസവും വെൽനസ്സും ആയുഷ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെക്ഷനിൽ സംസ്ഥാന ടൂറിസം സെക്രട്ടറി K ബിജു, സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രയുടെ എന്നിവർ പങ്കെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയൻ അംബാസഡർമാരും പ്രതിനിധികളും സംസ്ഥാന കേന്ദ്ര ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കും. വളരെ വിശദമായ ഒരു ചർച്ചയായിരിക്കും ഈ പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായി വരുന്നത്. അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ കൂടി ചേർത്തുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി വികസന സാധ്യതകൾക്ക് നമ്മൾ അന്തിമ രൂപം നൽകി ഈ കോൺക്ലേവിൽ അവതരിപ്പിച്ച് അതിൻ്റെ കൺക്ലൂഡിംഗ് സെക്ഷനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോൺക്ലേവായിട്ട് ഇന്ന് മാറാനാണ് പോകുന്നത്. തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനം ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ വകുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗം അവരുടെ ജീവിത സാഹചര്യത്തിൽ വമ്പിച്ച മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഇടപെടലിൻ്റെ തുടക്കമാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാകുമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നടക്കാത്ത ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളുടെ അംബാസഡർമാരും പ്രമുഖരും പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ മത്സ്യമേഖലയെക്കുറിച്ചും കേരളത്തിൻ്റെ തീരമേഖലയെക്കുറിച്ചും നമ്മുടെ സമുദ്ര മേഖലയിലെ വികാസം വളർച്ചയെക്കുറിച്ചും അതിൻ്റെ അനുബന്ധമായി വരുന്ന ആരോഗ്യ വ്യവസായ നൈപുണ്യ മേഖലയെക്കുറിച്ചും എല്ലാം ഒരു ചർച്ച നടത്താൻ നമുക്കൊരവസരം നമുക്കുണ്ടായി.
കഴിഞ്ഞ ഒരു 6 മാസമായി ഞങ്ങൾ നടത്തിയ വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. അതിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും യൂറോപ്യൻ യൂണിയനും ആത്മാർത്ഥമായി സഹായിച്ചു. ഒരു ടീമായി കേരളത്തിലെ ഗവൺമെൻറ് ഈ കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നല്ല സഹായവും പിന്തുണയും ഭാവി കേരള വികസനത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടിന് രൂപം നൽകുന്ന ഒരു സഹായകരമായ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 100 ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്തുള്ള വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 100 ഇൻവെസ്റ്റേഴ്സിനാണ് പങ്കെടുപ്പിക്കുന്നത്. ഈ കോൺക്ലേവിൽ ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികൾ, എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ട്രേഡ് യൂണിയനുകളും അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. വിവിധ വകുപ്പുകളുടെ എല്ലാ മേധാവികളും ഈ കോൺക്ലേവിൽ പ്രതിനിധികളായിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ ഈ കോൺക്ലേവിലുണ്ടാവും. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി വരുന്ന പ്രതിനിധികളുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന പ്രതിനിധികളുണ്ടാവും. എല്ലാം കൂടി 500 പേരെയാണ് പ്രതിനിധികളായി നിശ്ചയിച്ചിട്ടുള്ളത്. 19-ാം തീയതി രാവിലെ 9:30 ഉദ്ഘാടന സെഷൻ നടക്കുമെങ്കിലും 18-ാം തീയതി 2:30 മണി മുതൽ 5:30 മണി വരെയുള്ള സമയത്താണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ മുമ്പാകെ കേരളത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്നുള്ള വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. 3 മണിക്കൂർ നേരം വിവിധ വകുപ്പുകൾ, 10ഓളം വകുപ്പുകൾ ചേർന്നുള്ള സ്ലൈഡുകൾ തയ്യാറാക്കിയാണ് പ്രസൻറ്റേഷൻ നടത്തുന്നത്. എന്താണ് കേരളത്തിൽ നമുക്ക് ഉള്ള സാധ്യതകൾ, അതിനെ എങ്ങനെയാണ് കേരളം അപ്രോച്ച് ചെയ്യുന്നത്, എന്താണ് കേരളത്തിൻ്റെ കാഴ്ചപ്പാട്, ഇതിലെങ്ങനെയാണ് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്നത്. ഈ ഡിസ്കഷൻ 18-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് വരെ നടക്കും. വൈകുന്നേരം 7 മണി മുതൽ നല്ല സാംസ്കാരിക കലാപരിപാടികൾ ഈ തീരം പ്രദേശത്ത് നടത്തും, ഹോട്ടലിലും നടത്തും. 18-ാം തീയതി രാവിലെ അവർ ചില പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അംബാസഡേഴ്സ്. 17-ാം തീയതി തന്നെ അവരെല്ലാം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് 19-ാം തീയതി 5 മണിയോടുകൂടി കൺക്ലൂഡിംഗ് സെഷൻ നടക്കും. ഇതാണ് നിങ്ങളോട് എല്ലാവരോടും വിശദീകരിക്കുന്നത്.